മാം PCOD ഉള്ളവർ കൺസീവ് ആവാൻ ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം സത്യമാണ് മാം? പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 3 കാര്യങ്ങളുള്ളപ്പോഴാണ് നമ്മൾ അതിനെ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത്. അതായത് അൾട്രാസൗണ്ടിൽ കുറേ കുരുക്കൾ പോലെ പോളിസിസ്റ്റിക് പിക്ചർ ഉണ്ടാവും, ഓവുലേഷൻ നടക്കുന്നുണ്ടാവത്തില്ല, ഹോർമോൺ ചേഞ്ചുകളിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിൻ്റെ ഇതിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റിലും കാണാൻ പറ്റും സിംറ്റംസും ഉണ്ടാവുന്നുള്ളത്, ഹെയർ ഗ്രോത്ത്, ആക്നെ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ PC ഉള്ളപ്പോൾ ഈ ഓവുലേഷൻ ആവാത്തത് കൊണ്ടാണ് പലർക്കും പ്രഗ്നൻസി അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ പോളിസിസ്റ്റിക് ഓവറി ഈ പറഞ്ഞ പോലെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാണ്, ആ ഹോർമോൺ ചേഞ്ചസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കറക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് എഗ്ഗ് വലുതാവാനുള്ള ടാബ്ലറ്റ്സും ഒക്കെ കൊടുത്ത് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്താൽ ബാക്കി നോർമലി ഓവുലേറ്റ് ചെയ്യുന്ന ഒരാളുടെ അത്രയും തന്നെ പോസിബിലിറ്റി ഉണ്ട് കൺസീവ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് പോളിസിസ്റ്റിക് ഓവറിയുടെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് വേണ്ടത്. എന്നുവെച്ചാൽ അവിടെ വെയിറ്റ് കുറയുന്നതിന് ഒരു പ്രാധാന്യം തന്നെയുണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒരു വലിയ പ്രാധാന്യം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു ഒപ്റ്റിമൽ വെയിറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് നമ്മൾ ഇവിടെ ക്രാഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡയറ്റീഷ്യൻ, കൗൺസിലർ, ബാക്കി റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടൻസ്, നമ്മുടെ ഫിസീഷ്യനും ഒക്കെ ആയിട്ട് ലയസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓവുലേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുകയും ചെയ്യാറുണ്ട്, നമുക്ക് പ്രഗ്നൻസീസും ആവുന്നുണ്ടെന്നുള്ളതാ. പിന്നെ ഈ പറഞ്ഞ ഇതിൽ നമുക്ക് മെഡിസിനിൽ മാത്രം നമുക്ക് ഓവുലേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ലാപ്രോസ്കോപ്പി ഉള്ള ട്രീറ്റ്മെന്റ് നോക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഇപ്പോഴത്തെ പുതിയ മെഡിസിൻസിൽ ഓവുലേഷനൊക്കെ അച്ചീവ് ചെയ്ത് പ്രഗ്നൻസി അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്.